ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെഹ്നാസ് ഈസി ടിപ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം ഇതിനായി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. ഈ ബീഫ് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു തുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞതാണ്. ഇനി ഇതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായി ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഇറച്ചിയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. അതിനായി ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6-8 ചുള ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് ഇതൊരു പേസ്റ്റാക്കി എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിയതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നത് ഒരു 2 മീഡിയം സൈസുള്ള സവാള ചെറുതാക്കി അരിഞ്ഞതാണ്. അതും കൂടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വഴണ്ടു വരണം. സവാള എല്ലാം വഴണ്ടു വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പേസ്റ്റും ഒന്ന് നന്നായി വഴണ്ടു വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 ചെറിയ തക്കാളി അരിഞ്ഞത് കൂടിയാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 തണ്ട് വേപ്പിലയാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ബീഫ് വേവിക്കുമ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടതാണ്. പക്ഷേ ഈ മസാലയ്ക്ക് കൂടി നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ മല്ലിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കുരുമുളക് ചതച്ചതാണ്. കുരുമുളകൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഒരു തവണയിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല, സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള ഈ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴാണ് നമ്മുടെ ഈ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലെ ചാറൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ചാറൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നന്നായി വറ്റിക്കുന്നില്ല, കാരണം ഞാനിതിപ്പോൾ പത്തിരിയിലേക്കാണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതിപ്പോൾ നല്ല റോസ്റ്റ് പോലെ വേണമെന്നുണ്ടെങ്കിൽ ഈ ചാറ് നന്നായി വറ്റിച്ചാൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റായ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാണ്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസായി വരുന്നവരെ ബൈ ബൈ.